എന്റെ ദൈവമേ, ഇത് ഏതാ സ്ഥലം അറിയാൻ പാടില്ലല്ല. എടാ ടോർച്ചടിക്കടാ. അയ്യോ ടോർച്ച് തിരിച്ചു പിടിച്ചടിക്കടാ. എന്റെ ദൈവമേ, ഏതേരെ കെട്ട നേരത്തെ ഇവര് കൈ തളിയാൻ വേണ്ടി എന്റെ വണ്ടി എടുത്ത് ഓടിക്കാൻ കൊടുത്തത്. അതുകൊണ്ട് പോയി കുഴിയിൽ ചാടിച്ച്. ആശാനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്റെ കൈ തെളിയിക്കണേക്ക് മുമ്പ് ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് തെളിയിച്ചു തന്നിരുന്നെങ്കിൽ ഈ കുഴിയിൽ വീണത് ഓഫായി പോകുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനായിട്ടാണ്? എന്റെ ആശാനെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആശാൻ ആ വണ്ടിയും ഒന്നിങ്ങനെ തൊട്ടാ മതിയല്ല, അത് വർക്കാവോന്ന് അറിയായിരുന്നില്ല. അതൊക്കെ അറിയാം. സെൽഫ് എടുത്താ മതി, വണ്ടി സ്റ്റാർട്ട് ആകും. അത്രേ ഉള്ളു. ഈ നിസാര സംഭവത്തിനാണ് നമ്മൾ ഇത്രയും കണ്ട് പെടപ്പെടുന്നത്. ഇങ്ങോട്ട് വന്നേ, തിരിച്ചേ. സെൽഫി എടുത്തില്ലേ, വണ്ടി സ്റ്റാർട്ട് ആയിക്കോ. അത് മാത്രല്ല, ഗിയർ ഓയിലും പോയി. ഏത് ലൊക്കേഷനിൽ നിന്നാ ഹീറോയും പോയി എന്ന് പറഞ്ഞു. വണ്ടിയുടെ ഗിയർ ഓയില് പോയത്. എന്റെ ദൈവമേ, അതും പോയാ. ഇതിപ്പോ ഏതോ സ്ഥലത്ത് ഒരു പിടുത്തോ ഇല്ലല്ല. ആശാനെ, അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. സുമതി വളയും. ആശാനെ, നമ്മൾ എത്ര പെണ്ണുങ്ങളുടെ പുറകെ കിടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വളഞ്ഞിട്ടുണ്ട്? ഒരുത്തി അവിടെ സ്വന്തമായിട്ട് വളയോന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചാ. എന്നാ പിന്നെ ഞാൻ പോയി നോക്കിട്ട് എന്റെ ദൈവമേ, എന്റെ ടാങ്കിലെ പെട്രോളിൽ നിന്ന് തീരും. സുമതി വളവ്. എടാ, ഇത് സുമതി വളവ്. സുമതി വളവ്. സുമതി വളവ്. സുമതി എടാ, ഇതെല്ലാരുടെ പേര് സ്വപ്നമായിട്ടുള്ള സുമതി വളവാണ്. സുമതി വളവാ. നിന്ന് കീചവാദം കളിക്കാതെ പോകാനായിട്ടുള്ള വഴി പറയടാ. ആശാന് മനസ്സിലായില്ലേ? ഇല്ല. ആശാനെ, ഇതാണ് സുമതി വളവ്. സുമതി വളവ്. എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ പേടി കാണിച്ചതാ. പ്രസംഗ വായിച്ചതായിരിക്കും. ഒരു മഞ്ഞച്ചാര എവിടെ? ആശാൻ, അത് മഞ്ചേരല്ല, പേടിച്ചിട്ട് ഈ മൂത്രം ഒഴുകി പോണതാണ്. ഇന്ന് എന്താണ് ആഴ്ച? ഇന്ന് എല്ലാവർക്കും വെള്ളിയാഴ്ചയാണ്, പക്ഷെ നമുക്ക് മാത്രം ശനി. അതെന്താ? ആശാനെ, ഇന്ന് മുതൽ നമ്മുടെ ശനിദശ തുടങ്ങിയല്ലേ. എന്റെ ദൈവമേ. ആശാനെ, ഇങ്ങോട്ട് വന്നേ. എന്താണ്? അതാണ് ഞാൻ പറയണത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അധികം നേരം നിൽക്കാൻ പാടില്ല. എന്താണ് നിന്നാല്? നിന്താ കാല് കഴക്കും. ഞാനിവിടെ ഇരിക്കാൻ പോണു. അല്ല ആശാനെ, എനിക്കതല്ല മനസ്സിലാവാത്തത്. ഈ ആൾക്കാരെ ഈ പേടിപ്പിക്കണ ഈ സാധനത്തിനൊക്കെ യക്ഷി എന്ന് വിളിക്കുന്നത് എന്താണ്? അയ്യോ, അത് നിനക്കറിയാൻ പാടില്ലേ? ഇല്ല. ഛ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എല്ലാം മുകളിൽ കൂടി പറക്കും. യക്ഷി, പക്ഷി, ഇതെല്ലാം മുകളിലുള്ള സംഭവല്ലേ? ആണാ? പക്ഷെ ആശാൻ അറിയാത്ത വേറൊരു സംഭവം ഉണ്ട്. ഇത് മുകളിലും അല്ല താഴ്ത്തും അല്ലാതെ ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ക്ഷായുണ്ട്. അതേ ദിശ കക്ഷം. കഷ്ടം. ഇവനെ പോലെ ആയാ മതിയായിരുന്നു. ഞാൻ വെറുതെ കള്ളു കുടിച്ച് കുറെ കാശ് കളഞ്ഞു. അല്ല ആശാൻ, എന്തിനാണ് ഈ കള്ളു കുടിക്കണത്? ബോധം പോകാനായിട്ട്. പക്ഷെ ഞാൻ കള്ളു കുടിക്കാറില്ല, എന്നിട്ട് എനിക്ക് വല്ല ബോധമുണ്ട്. പോലെ ആയിരുന്നെങ്കിൽ ഞാൻ കള്ളു കുടിച്ച് കാശ് കളയണ്ടായിരുന്നു. അതെല്ലേ. ഇത് യക്ഷി വരുന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണത്? ആശാനെ, പേര് ചോദിച്ചാ മതി. പേര് ചോദിച്ചാൽ എങ്ങനെ അറിയാം? ആശാനെ, ഈ കേരളത്തിലെ യക്ഷികളില്ലേ, അവരുടെ പേരിന്റെ കൂടെ എപ്പോഴും ഒരു വള്ളി ഉണ്ടാവും. വള്ളിയാ? പിന്നെ ഉദാഹരണത്തിന് സുമതി, കൂടെ ഒരു വള്ളി ഉണ്ടാവും. പിന്നെ നീലി, നാഗവല്ലി, സാവിത്രി, ഇതിന്റെയൊക്കെ കൂടെ ഒരു വള്ളി ഉണ്ടാവും. എന്താ വിചാരിച്ചോ അത് യക്ഷിയാണ്? അയ്യോ, അപ്പൊ ഞാൻ യക്ഷിയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? എന്റെ കൂട്ടത്തിൽ ഒരു വള്ളി ഉണ്ടല്ലോ. ആശാനെ, ഈ യക്ഷി വരുന്ന അറിയണമെങ്കിൽ വേറൊരു കാര്യം കൂടി. എന്താണ്? ഈ യക്ഷികൾ വരുമ്പോ തന്നെ ചുണ്ണാമ്പ് ചോദിക്കും. അതെന്തിനാണ്? അത് മുറുക്കാനായിരിക്കും. രണ്ട് സ്പാനർ എടുത്ത് കൊടുത്താ പോരെ. ഞാനും കള്ളു കുടിച്ച് ബോധം കളയേണ്ട വരുമല്ലോ ആശാനെ. പെടും. എന്റെ ആശാനെ, അങ്ങനെ പെട്ടെന്ന് പോകണ്ട. യക്ഷികൾ പെട്ടെന്നൊന്നും ആക്രമിക്കൂല. അതായത് ഒരാളിങ്ങനെ നടന്നു പോണ കാണുമ്പോ അവിടെ ഉള്ള എല്ലാ യക്ഷികളും കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടും. അതേത് യോഗം? കേട്ടിട്ടില്ലേ? സർവയക്ഷി യോഗം. എന്റെ ദൈവമേ, യോഗം കഴിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ, പാതിരാക്കാറ്റ് വരുന്നത്. അല്ലെങ്കിൽ ആശാന്റെ ചാറ്റ് മുഴുവനും പാതിരാക്കാണ്. ഈ കാറ്റ് വരുന്നത് എന്താ വെച്ചാലേ വേറൊന്നുമല്ല, യക്ഷി വരുന്നതിന്റെ ഒരു സിഗ്നലാണ്. ആശാനെ, ഇനിയിപ്പോ എത്തിയതാ. ഈ സമയത്താണ് യക്ഷി അല്ലാതെ ദേഹത്ത് കയറുന്നത്. നമുക്ക് പോയി ഒളിക്കാം.
എന്റെ ദൈവമേ, കാറ്റ് പോയി. ഞങ്ങളുടെ കാറ്റ് പോകാഞ്ഞത് ഭാഗ്യം. ഓ, അങ്ങനെ ആരുടെയും ദേഹത്ത് യക്ഷി കേറിയില്ല. രക്ഷപ്പെട്ട്. സുമേഷേ, സുമേഷേ. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. സുമേഷേ. സുമേഷ് അല്ല, ഞാൻ സുമതി. പിന്നെ സുമതി. അതെ, രാത്രികാലികളിൽ മനുഷ്യരത്ര മാത്രം കുടിക്കുന്ന സുമതി. പിന്നെ രാത്രി കട്ട റമ്മടിക്കുന്ന സുമേഷ്. എടാ, ഇത് സുമതി അല്ല. സുമതി എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഗർഭിണിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാ? അയ്യോ, ഇത് സുമതി തന്നെ. ഇത് സുമതി തന്നെ. എന്നെ ഒന്നും ചെയ്യല്ല സുമതി. എടാ ദ്രോഹി, നീ എന്തിനീ ആസാമിൽ വന്നു? ആസാമോ? അല്ല, ആസാം അവസ്ഥ അസ്തമയത്ത് എന്തിനു വന്നു? ഓടി സുമതിയുടെ ആണെങ്കിലും നാക്ക് പഴയ സുമേഷിന്റെ. എടാ, ഈ പാതിരാത്രി സുമതി വളർന്നു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതെന്റെ വികാര കേന്ദ്രമാണ്. അതെന്താ അത്? ഇതെന്റെ വികാര കേന്ദ്രമാണ്. എടാ അയോഗ്യ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. ഇത് സുമതിയല്ലല്ല. ഇന്ന് ഊര് കുടിച്ച് രക്തത്തെ കുടിച്ച് അഹങ്കാര നടനമാടവേ. ആ സുമതിയാണ് ഇത്തിരി അഹങ്കാരമൊക്കെ സംഭവം പണി പാളിയെന്നാ തോന്നുന്നത്. പുറത്തുനിന്ന് ആർട്ടിസ്റ്റ് കളിച്ചില്ലെങ്കിൽ സംഭവം കയ്യിൽ നിന്ന് പോകും. യാരത്? ഞാൻ പമ്പരം തൊങ്കി. അല്ല, ശങ്കരൻ തമ്പി. എന്റെ ദൈവമേ, സുമതി വളവിന് എന്നെ ഇവിടെ കോപ്പിറൈറ്റ് ഇല്ല. അതിന്റെ കൂടെ മണിച്ചിർത്താൾ കൂടി കുത്തിക്കാറ്റാണ്. സുമതി ഉള്ളപ്പോ സംബരം കോപ്പി ഇല്ല. നീ ഓർത്തോ, രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേ. ആശാനെ, എന്താണ് ആശാന് ഇവിടെ സംഭവിച്ചത്? സുമേഷ് ഒന്നും പറ്റിയില്ല. എന്താ സംഭവിച്ചില്ല ആശാനെ? എന്റെ സുമേഷിന് ഒന്നും പറ്റിയിട്ടില്ല. ആശാനെ, ഇവിടെ എന്തോ നടക്കുന്നുണ്ട് ആശാനെ. അവിടെ ചൊറിയാന്ന് തോന്നുന്നു. അയ്യോ, അതല്ല, ഇവിടെ എന്തോ സംഭവിക്കട്ടെ. എനിക്ക് എന്തോ സംഭവിച്ച ആശാനെ? സുമേഷേ, നിന്റെ ഉള്ളിലെ ഒരു കൊച്ച് കുരുണ്ടായിരുന്ന? അല്ലല്ല, ഒരു കൊച്ച് പരുണ്ടായിരുന്ന? എടാ, അതല്ലത്. പിന്നെ നിന്റെ ഉള്ളിലെ ഒരു കൊച്ചു സുമതി ഉണ്ടായിരുന്നു. അതിന് ഞാൻ വേരോടെ ഇങ്ങ് പിഴുതെടുത്തു. സുമതി വരൂല ആശാനെ. സുമതി വരൂല. സുമതി വരൂലേ? സുമതി വരൂല. ആരാടാ കഷത്തിൽ നിന്ന് ഹോളിംബെൽ അടിക്കുന്നത്? सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम्. ആശാനെ, എഴുന്നേക്ക് ആശാനെ. ഇന്നലെ രാത്രി 8 മണിക്ക് കിടന്ന് ഉറങ്ങണതല്ലേ? ഞാനാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആശാനെ, ആശാനെ, എഴുന്നേക്ക്. നേരം വെളുത്തുന്നു. പിന്നെ എന്റെ പൊന്നാവേ, ഇന്നലെ ഉറക്കത്തിൽ ഞാൻ ഒരു കിടുക്കാച്ചി സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? എടാ, നമ്മൾ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് സുമതി വളവിലെത്തി. വണ്ടി ഒരു കുണ്ടിയായി. എങ്ങനെ കുഴിയിലായെന്ന്. ആശാനെ, കഥ പറ ആശാനെ, കഥ പറ. എടാ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലല്ല. നിനക്ക് നേരിട്ട് കണ്ടാ പോരെ. എന്റെ ആശാനെ, ആശാൻ കണ്ട സ്വപ്നം ഞാൻ എങ്ങനെയാ കാണുന്നത്? എടാ, നമ്മുടെ അമൃത ചാനലിലെ തിങ്കൾ തൊട്ട് ബുധൻ വരെ രാത്രി 9 മണിക്ക് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിൽ ഞാൻ കണ്ട വലിയ സ്വപ്നം അവര് വെട്ടി അരിഞ്ഞ് ചെറുതാക്കി ഇട്ടു. നീ കണ്ടാ മതി. എന്താ പിന്നെ അങ്ങനെ കാണാ? ആശാന് വണ്ടി എടുക്ക് പോകണ്ടേ? പിന്നെ ഇന്ന് ലോഡ് എടുക്കേണ്ടതല്ലേ? അതെ അതെ. പറഞ്ഞു പോലെ ഇതേതാണോ സ്ഥലം? ഇതാ ഇത്. അയ്യോ ആശാന്,
ഇതാണ് സുമതി വളവ്. സുമതി വളവാ. ഏത് മൂഡ്? അതെ, സ്വപ്ന മൂഡ്, പേടി മൂഡ്. പേടി മൂഡ്. പേടി മൂഡ്. യെസ്, നാട്ടുകൂട്ടം എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഓ, അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ആഹാ, എന്നാ നമുക്ക് കേൾക്കാലോ. അടിപൊളി. അത് കേക്കട്ടെ. ആ. ഉലകം കൊണ്ടു പൊതിഞ്ഞു നീ ഒരേ മനസായി ഉടലറിയാതെ ഉയരറിയാതെ അണയൂ നീ എൻ ജീവനായി വരൂ നിശാദീപമായി. എനിക്കിതൊരു ഹൊറർ അല്ല, ഇത് എനിക്കൊരു ലവ് സോങ് ആയിട്ടാണ്. എനിക്കത് ഹൊറർ സോങ് തോന്നിയില്ല. ഭയങ്കര cute ആയിട്ട്. അല്ല, അത് മാത്രമല്ല, ഈ യക്ഷി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും യക്ഷികൾ ഭയങ്കര സുന്ദരിമാരാണ്. അതെ. അവർ നല്ല അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ്. എങ്കിൽ നമുക്ക് റഷ്യ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിലേ ഈ സ്കിറ്റ് കഴിഞ്ഞു. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ള നോക്കണ്ടേ? ബാ നോക്കാം. അങ്ങനെ സുമതി വളവെടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് 35,000 രൂപീസ്. അല്ലല്ല, അങ്ങനെ 35,000 രൂപയ്ക്ക് സുമതി വളഞ്ഞു. കിടിലം കിടിലം. അപ്പൊ ഇനി ബോംബെന്ന് വരട്ടെ ക്യാഷ്. ദാ, ബോംബെ വളവ് വഴി അല്ലേ? അതെ, സുമതി വളവിലേക്ക്. and the 35,000. സൂപ്പർ. ക്വാളിറ്റി. അപ്പൊ ഇനി അടുത്ത സ്കിറ്റിൽ നമ്മൾ കാണും ഇതുപോലെ തന്നെ മുന്നേറുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പൊളിക്കാം. പൊളിക്കാം.